നമസ്കാരം, ഗുരുവായൂർ കുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളിലെ ചിലരെങ്കിലും ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു യാത്ര പോകുകയാണ്, ബന്ധുവീട്ടിലേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട് പോകുകയാണ്. അപ്പം അതിനൊക്കെ മുന്നോടിയായിട്ട് ജ്യോതിഷം നോക്കുക, അതിൻ്റെ സമയവും കാലവും ഒക്കെ നോക്കുക, അതേപോലെ തന്നെ ലക്ഷണങ്ങൾ, ശകുനങ്ങൾ, ഇതൊക്കെ നോക്കുന്നവരായിരിക്കും. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, അതാണ് ഞാൻ ചിലരെങ്കിലും എന്ന് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതൊരു ചോദ്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചതാണ്. ശ്രീലേഖ മോഹൻ എന്നാണ് പേര്. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എവിടേക്കും യാത്ര പോകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ അതിന് മുകളിലുള്ളവർക്കാണ് കൂടുതലും അനുഭവം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ചൊവ്വയും വെള്ളി ഏതാണെന്ന് പോലും അറിയില്ല കേട്ടോ. അവരേനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവർ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എവിടേക്കെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ അന്ന് കൂട്ടുകുടുംബമൊക്കെ ആണല്ലോ, ഇന്നാണ് കുടുംബമായത്. അപ്പോൾ എല്ലാ വീട്ടിലും മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരിക്കും, പ്രായമായവരുണ്ടായിരിക്കും. അവർ ചോദിക്കും എന്നാ പോകുന്നതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്നാ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ വല്ല ചൊവ്വയാണോ വെള്ളിയാണോ നമ്മൾ പറഞ്ഞെങ്കിൽ അയ്യോ അന്ന് വേണ്ടാന്ന് അവർ വിലക്കും. അത് കൃത്യമായിട്ട് അവർ വിലക്കിയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ നാട്ടിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം ഒരു ചോദ്യമായിട്ട് ചോദിച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് മാത്രം കേട്ടോ. അത് ഇന്നത്തെ കാലത്ത് എത്ര പേര് ആ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടാണ്. ആ പ്രായമായവർ അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ അത് പാലിക്കുന്നുള്ളൂ. കാരണം ഇന്ന് തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. ഇപ്പോൾ ഈ ദിവസമൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നേരെ വേണം നടന്നു വരില്ല. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്ന മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയാം കേട്ടോ. ഭഗവാൻ ഇന്നലെ ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് കേട്ടോ ചാർത്തിരിക്കുന്നത്. നന്നേ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഉണ്ണി കൃഷ്ണൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പാകത്തിനുള്ള കുഞ്ഞുണ്ണി, അങ്ങനെയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാൻ രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതുകയായിരുന്നു. മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരം. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിലും 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. ആദ്യത്തേതിൽ തെച്ചിയാണ് കൂടുതൽ കാണുക, രണ്ടാമത്തേതിൽ നന്ദ്യാർവട്ടാണ് കൂടുതൽ കാണുക. പിന്നൊരു തിരുമുടിമാലയിലെ മുഴുവനായിട്ടും തെച്ചി കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. 2 ഉണ്ടമാലകളുണ്ട്. നല്ല ഭംഗിയിൽ തടിച്ചുരുണ്ട ഉണ്ടമാലകളാണ് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. അതിങ്ങനെ മാറി 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 കോർത്തിരിക്കുകയാണ്. പിന്നൊരു ഉണ്ടമാലയിലെ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. അതും ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. ഇതിന് നടുക്കാണ് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നമ്മുടെ ഭഗവാൻ നിന്നിട്ട് ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിരീടമൊക്കെ കാണാം, പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്. വലിയ കാതുപൂക്കളാണ് കേട്ടോ. നല്ലൊരു പുഞ്ചിരിയുണ്ട് ഭഗവാന്റെ മുഖത്ത്. ആ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് കുഞ്ഞു കൈകൾ കൊണ്ട് ഒരു കുഞ്ഞു ഓടക്കുഴലി ചുണ്ടോട് ചേർത്തിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നമ്മളെല്ലാവരും അത് കണ്ടിട്ട് മോഹിക്കണം എന്നാണ് പറയുക. അതായത് ഭഗവാന്റെ ആ ഒരു വേണുനാഥത്തിൽ മുഴുകി ആനന്ദത്തോടെ ലയിച്ച് നിൽക്കാനായിട്ട്, ഗോപികമാരാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് മോഹിക്കണം എന്നാണ്. അത്രയേറെ മോഹമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അത് സാധിപ്പിച്ചു തരുള്ളൂ. കേവലം ഒരു ഓടക്കുഴലിനെ, ആ ഓടക്കുഴലിൽ ഇത്രയും മധുരമായിട്ടുള്ള സംഗീതം പൊഴിക്കുന്ന ഭഗവാനെ നമ്മളെല്ലാവരും ശൂന്യരാണ്, നമ്മളിലൊന്നും ഒന്നുമില്ല. അങ്ങനെയുള്ള നമ്മളില്ലേ ആ ഓടക്കുഴലിനുള്ളിൽ മധുരമായിട്ടുള്ള സംഗീതം നിറച്ചതുപോലെ തന്നെ ഭഗവാനോടുള്ള നിരന്തരമായിട്ടുള്ള സ്നേഹം, ആ ഭക്തി, ആ പ്രേമം നിറയ്ക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രൂപം കാണുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിൽ വരിക. അതോട് കൂടിയിട്ട് അലിയാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടുകോണമൊക്കെ ഉണ്ട്. ആ കിങ്ങിണിയുടെ 2 ഭാഗത്തും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. 2 അറ്റങ്ങളിലായിട്ട് ആ കിങ്ങിണിയുടെ ഒരു കുറച്ച് ഭാഗം, ബാക്കിയുള്ള ഭാഗം തൂങ്ങിക്കിടക്കണ പോലെയാണ് തോന്നിയത് കേട്ടോ. കുഞ്ഞിക്കാലുകളെ 2ഉം പിണച്ച് വെച്ചുകൊണ്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ മനോഹരമായിട്ടുള്ള ആ ഒരു മോഹന രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഓടക്കുഴൽ ഊതുന്ന മിടുക്കനായിട്ടുള്ള ഉണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് പോകുന്നത്. ഗണപതി വളരെ ലളിതമായിട്ടുള്ള അലങ്കാരം. ഇന്നലെ ഉടയാടയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പച്ച നിറത്തിലുള്ള പട്ടാണ്, അതിൽ നിറയെ സ്വർണത്തിന്റെ പ്രിന്റുകളൊക്കെ ഉണ്ട്.
മാലകളൊന്നും അണിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞുമുഖം, ചെറിയ ഉണ്ണിയാണെന്നാണ് നമുക്ക് തോന്നുക. കുഞ്ഞു തുമ്പിക്കൈ, കുഞ്ഞുമുഖം, കുഞ്ഞു ചെവികളൊക്കെ ആയിട്ട് നെറ്റിയിലൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. കാതുകളിലെ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട്. കിരീടത്തിന്റെ അവിടെ ഒരു പൂ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അലങ്കാരം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ ഉണ്ണി ഇരിക്കണ പോലെയാണ് തോന്നുക കേട്ടോ. അങ്ങനെയായിരുന്നു ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി ഭഗവതീനെ കാണാൻ പോകുക കേട്ടോ. ഭഗവതി നല്ല സുന്ദരിയായിട്ട് നല്ല തിളങ്ങിയിട്ടായിരിക്കുന്നത്. മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. നിറയെ സ്വർണ്ണ പൊട്ടുകൾ പോലെയുള്ള ഡിസൈനൊക്കെ ആയിട്ട്. കഴുത്തിൽ 2 മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ 2 മാലകളും ഇങ്ങനെ വെളുത്ത നൂലുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ 2ാമത്തെ മാല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തിളക്കം, ഒരു ലോക്കറ്റൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള മാലയാണ് കേട്ടോ അത്. പിന്നെ കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് കുറച്ചിങ്ങനെ തടിച്ച് കവിളൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു രൂപമായിട്ടാണ്, മുഖമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നെറ്റിയിൽ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന്റെ അവിടെ സ്വർണ്ണപ്പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു കിരീടമാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സുന്ദരിയായിട്ടിരിക്കുന്ന, കുറച്ച് തടിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കവിളുകളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭാവത്തിലായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നത്. എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെയും കൂടെ കാണാം കേട്ടോ. മഞ്ഞുടയാടെയായിരുന്നു അയ്യപ്പൻ ഉണ്ടായിരുന്നത്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിൽ 2 മാലകളുണ്ട്. കാതിൽ പൂക്കളുണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണ് കേട്ടോ. കുറച്ച് വലിപ്പത്തിൽ ചുവന്ന പൊട്ടാ വെച്ചിരിക്കുന്നത്. കിരീടം വളരെ ലളിതമായിട്ടാണ്. ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ചന്ദ്രകല വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കിരീടം. എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ. നെറ്റിയിലുള്ള ആ ചുവന്ന പൊട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അയ്യപ്പൻ ഇടയ്ക്ക് അങ്ങനെ ചുവന്ന പൊട്ടൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലൊന്നും യാത്ര പോകാനായിട്ട് അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്ക് വിരുന്ന് പോകാനായിട്ട് ഒന്നും പാടില്ല എന്ന് പറയാറുണ്ട്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവരല്ല കേട്ടോ, പണ്ടുള്ളവര്, അതായത് പഴമക്കാര്. ആ പണ്ടുള്ളവരുടെ ഒരു വിശ്വാസമായിരുന്നു. അങ്ങനെ കുറേ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അത് അവർ പാലിക്കുകയും ചെയ്തിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, പലർക്കും അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചൊവ്വയും വെള്ളിയൊക്കെ ഭഗവതിയുടെ ദിവസങ്ങളാണെന്നാ പറയാം. ഭഗവതിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസം. വെള്ളിയാഴ്ചയൊക്കെ മഹാലക്ഷ്മിക്കൊക്കെ വളരെ നല്ലൊരു ദിവസമാണ്. അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകും എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എവിടേക്കും പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയണത്. കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടൊരു ഉത്തരം തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. എന്നിരുന്നാലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ് ഒരു വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക്, നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അത് ചൊവ്വാഴ്ചയാണെങ്കിൽ അവിടെയുള്ളവർക്ക് അത് ദോഷമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. എവിടേക്കാണോ കയറി ചെല്ലുന്നത് ചൊവ്വാഴ്ച, ആ വീട്ടിലുള്ളവർക്ക് ദോഷമാണെന്ന് പറയാറുണ്ട്. ചേട്ടാ ഭഗവതിനെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കേട്ടിരിക്കണത്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് വെള്ളിയാഴ്ച കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്ക് അത് നല്ലതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അത് ദോഷമാണ്. ചെന്ന് കയറുന്നിടത്ത് വെള്ളിയാഴ്ചകളിൽ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ല. എന്താ അങ്ങനെ പറയണത്? കൂടുതൽ ഇപ്പം ഇന്നത്തെ കാലത്ത് അത് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആചരിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കതിന് സമയം കിട്ടില്ല. എവിടേക്കെങ്കിലൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ ചൊവ്വയും വെള്ളിയും വന്നു കഴിഞ്ഞാൽ അന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അന്ന് അവർ ആചരിച്ചിരുന്നു. കാരണം അവിടെ അന്നത്തെ കാലത്ത് എല്ലാതും ഈ ഇട്ടാവട്ടത്ത് തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ജോലി സ്ഥലങ്ങളെല്ലാം ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമേ വരില്ലായിരുന്നു. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, ഇത് പണ്ടുള്ളവരെ ആചരിച്ചിരുന്നതാണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഭഗവതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഭഗവതിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ. അതാണ് ഇപ്പൊ മറ്റൊരു ദിവസവും നമ്മൾ അടിച്ചുവാരി വൃത്തിയാക്കിയില്ലെങ്കിൽ കൂടെ ചൊവ്വയും വെള്ളിയും അടിച്ചുവാരി തുടയ്ക്കണം എന്നാണ് പറയാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയണത് കേട്ടോ. പിന്നെ ഇത് കൂടാതെ വേറൊരു പ്രമാണം കൂടെ പറയാറുണ്ട്. 9ാമത്തെ ദിവസങ്ങളിൽ എവിടെയും പാടില്ല എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബന്ധു വീട്ടിലേക്ക് പോയി എന്ന് വിചാരിക്കാം. നമ്മുടെ അമ്മാവൻ്റെയോ ആരുടെയെങ്കിലും ഒക്കെ വീട്ടിലേക്ക് പോയി എന്ന് വിചാരിക്കാം. പോയിട്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് നമ്മളവിടെ എത്തിയിട്ട് 9ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നതെങ്കിൽ അത് പാടില്ല എന്ന് പറയും. ഈ 9ാമത്തെ ദിവസം യാത്ര പാടില്ല. ഒന്നുകിൽ 8ാമത്തെ ദിവസം തന്നെ പോരണം, അല്ലെങ്കിൽ പിന്നെ 9 കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം പോന്നാൽ മതി. അപ്പോൾ 9ാമത്തെ ദിവസം പോരരുതെന്ന് പറയും.
ഇതേപോലെ തന്നെ നമ്മൾ 8-ാമത്തെയോ 10-ാമത്തെയോ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടുന്ന് ഒരു 9-ാമത്തെ ദിവസം വേറെ എവിടേക്കും പോകരുതെന്ന് പറയും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിന്നെ എണ്ണ എടുക്കണം എന്ന്. എന്നിട്ട് ഒരു 9 ദിവസം കഴിയാതെ അല്ലെങ്കിൽ 9 ദിവസത്തിന് മുന്നേയിട്ട് പോവുക അല്ലെങ്കിൽ ശേഷം പോവുക, 9-ാമത്തെ ദിവസം പോകരുതെന്നും പറയാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ പോലും ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, അയ്യോ ചൊവ്വാഴ്ചയാണോ എന്നാൽ അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. കാര്യം അറിയില്ല, അത് പറഞ്ഞ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കേൾക്കുന്ന പല അമ്മമാരും മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അയ്യോ ചൊവ്വാഴ്ചയാണ് പോകണ്ട കേട്ടോ, പൊട്ട ദിവസമാണ്, അങ്ങടേക്ക് കയറണ്ട, ബുധനാഴ്ച പോവാം, അല്ലെങ്കിൽ ഇന്ന് പോകണ്ട നാളെ പോവാം, ഇങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. കൂടുതലും ഇപ്പോൾ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പോകുമല്ലോ, വിരുന്നിനൊക്കെ പോകുമല്ലോ, അപ്പോഴൊക്കെയും ഇതേ കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, വെക്കേഷനെ ഇപ്പോൾ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയി. സ്കൂള് തുറന്നിട്ട് വരികയാണ്. സ്കൂൾ തുറക്കുന്നത് ഒരു ബുധനാഴ്ചയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ തലേദിവസമാണല്ലോ മിക്കവാറും വീട്ടിലേക്ക് തിരിച്ചു വരിക. ചൊവ്വാഴ്ചയെങ്കിലും എത്തണ്ടേ, അപ്പോൾ അത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പിന്നെ അന്ന് എങ്ങനെയാണ് വരിക? അപ്പോൾ അതിന് തിങ്കളാഴ്ച വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ബുധനാഴ്ച തൊട്ടടുത്തേക്കാണെങ്കിൽ ബുധനാഴ്ച രാവിലെ എത്തുന്നവരുണ്ട്. ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ പണ്ടുള്ളവർ മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിൽ കയറ്റിയിട്ടുണ്ടാവില്ല. കേട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയും കേട്ടിട്ടുണ്ട് കേട്ടോ, കേട്ടിയിരുന്നില്ല എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ചൊവ്വാഴ്ച എത്തിയിട്ട് വീട്ടിൽ കയറ്റാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ എവിടേക്കെങ്കിലും പണ്ടല്ല ഇന്നുള്ളവരെ നമ്മളൊരു യാത്ര പോകണം, നമ്മുടെ ജോലി സ്ഥലം തന്നെ എടുക്കുക. ഇപ്പോൾ തൃശ്ശൂരാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ വീട് തൃശ്ശൂരാണ്, നമുക്ക് ജോലി ഉള്ളത് തിരുവനന്തപുരത്താണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡെയിലി പോയി വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവിടെ താമസിച്ചിട്ടൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എങ്ങാനും ഒരു 2 ദിവസം അവധി കിട്ടി. അപ്പോൾ അവധി കിട്ടുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരാനല്ലേ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ വരണ ദിവസം ചൊവ്വാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ എന്ന് ആരെങ്കിലും നോക്കുമോ? ഇല്ല, ആരും നോക്കില്ല, വേഗം വരാനേ നോക്കുള്ളൂ. അപ്പോൾ അത് നോക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് എടുക്കാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇപ്പോൾ സർജറി ചികിത്സയൊക്കെ കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്യണം. ആ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലും പറയുമോ, ഡോക്ടറെ ഇന്ന് പൊട്ട ദിവസമാണ്, നമുക്ക് നാളെ ഡിസ്ചാർജ് ആയാൽ മതി, അങ്ങനെ ആരെങ്കിലും പറയുമോ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരണം എന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ കാലത്ത്. ഇത് ആരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനുസരിക്കാനായിട്ട് പോകുന്നില്ല, ആരും ചെയ്യില്ല. എല്ലാവർക്കും എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറകൾ ഉണ്ടെങ്കിൽ പിന്നെയും ആരെങ്കിലും കേട്ടു എന്ന് വിചാരിക്കും. അതല്ലാതെ ഇത്തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണത്. അതൊന്നും ആരും ചെയ്യണ്ടെന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇത് പറയാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ചോദ്യമായിട്ട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം അറിവിലേക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുക. പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ഇന്നും ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമാണോ, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നമുക്കത് ചെയ്തത് കൊണ്ട് ഗുണമുണ്ടോ, എങ്കിൽ മാത്രമേ അത് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ വേറൊരു പ്രമാണം കൂടെ ഇതിനോടൊപ്പം പറയാറുണ്ട് കേട്ടോ. അത് യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചില നാളുകളിൽ ചില നക്ഷത്രങ്ങളിൽ യാത്രയൊന്നും പോകാൻ പാടില്ല എന്ന് പറയും. ഇതും പറഞ്ഞ്, അതായത് ഇന്ന് ആരും നോക്കില്ല കേട്ടോ, പണ്ടൊക്കെ നോക്കിയിരുന്നതാണ്. ഈ ശകുനശാസ്ത്രം പോലെ തന്നെ ഇത് പഞ്ചാംഗത്തിലൊക്കെ കാണാട്ടോ. നമ്മളന്ന് പറഞ്ഞില്ലേ, കയറിട്ട കാള പശു യാത്രാമുഖേ ശോഭനം, ആ പറഞ്ഞ ഭാഗത്ത് തന്നെ ഇതൊക്കെ എഴുതി കാണും. അതായത് ചില നക്ഷത്രങ്ങളിൽ യാത്ര പോകാനായിട്ട് പാടില്ല, പോയാൽ തിരിച്ചു വരില്ല. അതുപോലെ തന്നെ വിതയ്ക്കാനായിട്ട് പാടില്ല, വിതച്ചു കഴിഞ്ഞാൽ വിളവ് ലഭിക്കില്ല എന്നാണ് പറയാം. ആ നാളുകളൊക്കെ അതൊരു ശ്ലോകമായിട്ടാണ് പറയുന്നത്. അതായത് യമരുദ്രാതി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതയ്ക്കിൽ വിളയാ ഭൂമി യാത്ര പോകിൽ അവൻ വരാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ. യമയുദ്രാതി മുപ്പൂരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭരണി, രുദ്രൻ കാർത്തിക, ആദ്യം എന്ന് പറയുന്നത് തിരുവാതിര, ഈ 3 നാളുകൾ. പിന്നെ മുപ്പൂരം എന്ന് പറയുന്നത് 3 പൂരങ്ങളാണ്. പൂരം, പൂരാടം, പൂരുരുട്ടാതി, പിന്നെ തൃക്കേട്ട. ഈ 7 നാളുകളിൽ വിതയ്ക്കാനൊന്നും പാടില്ല, വിളവ് കിട്ടില്ല എന്നർത്ഥം, ഗുണം നൽകില്ല എന്നാണ്, യാത്ര പോകാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതൊക്കെ നോക്കാൻ നിന്നാൽ ശരിയാകൂ, നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ പോകണ്ടേ. പിന്നെ അതുപോലെ കാലങ്ങൾ നോക്കും, അതായത് രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം, ഇങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട്. അതായത് പണ്ടുള്ളവരെ നേരെ വിളിച്ചാകുമ്പോൾ തന്നെ പഞ്ചാംഗം നോക്കും, പഞ്ചാംഗം പീഠികകൾ നോക്കും. അതായത് 5 കാര്യങ്ങളുണ്ടായാലും നോക്കാനായിട്ട്. ഇപ്പം ദിവസം, ആഴ്ച, തീയതി, പിന്നെ മാസം, അതേപോലെ തന്നെ നക്ഷത്രം,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണോ കറക്റ്റ് ആണോ എങ്കിൽ മാത്രമേ അവരൊരു കാര്യം ചെയ്തിരുന്നുള്ളൂ. അവർക്ക് അതൊക്കെ കൃത്യമായിട്ട് നോക്കാനായിട്ട് അറിയാമായിരുന്നു, അത് കൃത്യമായിട്ട് അവർ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ രാഹുകാലം കഴിഞ്ഞിട്ടൊക്കെ പോകാനായിട്ട് പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അത് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോക്കുന്നല്ലാതെ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ നോക്കാറുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓഫീസിലേക്ക് എത്താൻ പറ്റുമോ? കൃത്യമായിട്ട് ആ ജോലിക്ക് പോകാനായിട്ട് പറ്റുമോ? അതൊന്നും ചിലപ്പോൾ ആർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനൊരു ഒരു സംഭവം, ഒരു കാര്യം തന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട്, വളരെ പണ്ട് ഒരു വീട്ടിലെ ഒരമ്മായി എന്ന് പറഞ്ഞാൽ അത്ര പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ, പണ്ടത്തെ കാര്യമാണ് പറയണത്. അവരുടെ ഭർത്താവ് കുറച്ച് ദൂരെ എവിടെയോ തമിഴ്നാട്ടിലോ എവിടെയാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഒരു തപാൽ കമ്പി വന്നു കേട്ടോ ഇവർക്ക്. അതായത് ആ അമ്മാവനെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, വേഗം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, വേഗം അവിടേക്ക് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ അമ്മായി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മുത്തശ്ശി പറഞ്ഞു, അയ്യോ ഇന്നത്തെ നക്ഷത്രം ഇതിലേതുകൊണ്ടാണ്, ഹയ്യമരുദ്രാദി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ അത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പോകാൻ പറ്റുമോ? സ്ട്രിക്റ്റ് ആണ്, അവിടെ പോകരുത് എന്ന് തന്നെയാണ് അവർ പറയുക. അത്രയും കൃത്യമായിട്ട് അത് പാലിക്കുകയും വേണം. അങ്ങനെയാണ്. പിറ്റേ ദിവസം പോകാൻ നോക്കിയപ്പോൾ അതേതോ ചൊവ്വയോ വെള്ളിയോ എന്താണ്ടായിരുന്നു. അപ്പൊ അന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മായി അവിടെ പോകുമ്പോഴേക്കും അമ്മാവന്റെ മരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഇന്നത് നടക്കില്ലല്ലോ. അപ്പോൾ അതാണ് പറയണത്, നമുക്ക് അറിവിലേക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വായിക്കാം, കേൾക്കാം, അതൊക്കെ ചെയ്യാം. അറിവ് ശേഖരിച്ച് വെക്കാം, ആവശ്യത്തിനുള്ളതാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കണ്ടൂ കേട്ടോ. അപ്പൊ എന്തായാലും ശ്രീകല ചേച്ചിക്ക്, ശ്രീകല മോഹനാണ് ഒരു ചോദ്യം ചോദിച്ചത്. ചേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉത്തരം. ഒപ്പം തന്നെ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു കഥ പറയാട്ടോ. ഒരു കുട്ടിക്കഥ, ഭഗവാന്റെ, രുക്മിണി ദേവിയുടെ, രാധാറാണിയുടെയും ഒരു കുട്ടിക്കഥയാണ് പറയണത്. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കൂടിയിട്ട് അവരൊരുമിച്ചിരിക്കുന്ന ആ ഒരു കുറച്ച് സമയം അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രുക്മിണി ദേവി ചോദിച്ചു, അങ്ങെപ്പോഴും രാധയെ കുറിച്ച് പറയാറുണ്ടല്ലോ, അങ്ങേക്ക് രാധയെ വലിയ ഇഷ്ടമാണെന്നാണല്ലോ പറയാറുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ഇഷ്ടം രാധാറാണിയോട് തോന്നുന്നത്? എന്നേക്കാൾ സുന്ദരിയാണോ രാധ എന്നൊക്കെ ചോദിക്കുക ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ, വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഒന്നും പറയണില്ല എന്ന് മനസ്സിലായപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, അങ്ങൊന്നും പറയണ്ട, ഒരു കാര്യം ചെയ്യൂ, രാധയുടെ ഒരു ചിത്രം എനിക്കൊന്ന് വരച്ച് കാണിച്ചു തരൂ, അപ്പൊ എനിക്ക് കാണാലോ എത്രമാത്രം സുന്ദരിയാണ് രാധ എന്ന് എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്നാ ശരി എന്നുള്ള രീതിയിൽ ചിത്രം വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ചിത്രം വരയ്ക്കുക. അപ്പോൾ ആദ്യം കണ്ണുകൾ വരച്ചു. കണ്ണുകൾ വരച്ച് കണ്ടപ്പോൾ രുക്മിണി ദേവിക്ക് അതിനോട് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം അങ്ങനെ തോന്നിയിട്ട്, ഒരു ഇഷ്ടവും ഒരു ആകർഷണമൊക്കെ ആ കണ്ണുകൾ കണ്ടിട്ട് തോന്നി. മൂക്ക് വരച്ചു, ചുണ്ടുകളൊക്കെ വരച്ചപ്പോൾ ആ ചുണ്ടുകൾ കണ്ടിട്ട് കൊതിയാകുക, അതിരാമൃതം പാനം ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം, അത്രമേൽ ശക്തിയായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രുക്മിണി ദേവി. വരച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഭഗവാനെ തന്നെയാ ഭഗവാൻ വരച്ചിരിക്കണേ. അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, ഞാൻ അങ്ങയെ വരയ്ക്കാനല്ലല്ലോ പറഞ്ഞത്, രാധയെ വരയ്ക്കാനല്ലേ പറഞ്ഞത്, അങ്ങ് എന്താണ് അങ്ങയുടെ മുഖം തന്നെ വരച്ച് വെച്ചിരിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ രാധയെ തന്നെയാണ് വരച്ചത്, രാധയുടെ മനസ്സിൽ നോക്കിയാണ്, രാധയുടെ ഹൃദയത്തിൽ നോക്കിയാണ് ഞാൻ വരച്ചത്, അവിടെ എനിക്ക് എന്നെ മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് രുക്മിണിക്ക് മനസ്സിലായത് രാധയുടെ ഹൃദയം മുഴുവൻ ഭഗവാനാണെന്ന്. അതുകൊണ്ടാണ് രാധാറാണിക്ക് ഇത്രയേറെ ഭംഗി. നമ്മുടെ മനസ്സിലും ഭഗവാൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യം കൂടും എന്നാണ് പറയുക. ആ ഒരു തേജസ് മുഖത്ത് പ്രതിഫലിക്കും എന്നാണ് പറയുക. അതുകൊണ്ടാണ് രാധ ഇത്രയേറെ സുന്ദരിയായത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയാണ്, ഞാനും രാധയും ഒന്ന് തന്നെയാണ്, എൻ്റെ പ്രേമ സ്വരൂപമാണ് രാധ, അതാണ് രുക്മിണി ദേവി, ദേവി ഇപ്പോഴും എല്ലായ്പ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് രുക്മിണി ദേവിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് രാധ തന്നേക്കാൾ സുന്ദരിയായി തീർന്നതെന്നും, എന്തുകൊണ്ടാണ് ഭഗവാൻ സദാ രാധാറാണിയെ കുറിച്ച് സംസാരിക്കുന്നതെന്നും, എന്തുകൊണ്ടാണ് ഭഗവാന് രാധാറാണിയോട് ഇത്രയേറെ ഇഷ്ടം വന്നതെന്നും. ഭഗവാനോട് ഇഷ്ടമുള്ളവർക്ക്, ഭഗവാനെ ഇത്രയേറെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെയെല്ലാം ഭഗവാനും തിരിച്ച് സ്വന്തമായി കണ്ടുകൊണ്ട് സ്നേഹിക്കും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ കഥയും വിവരണങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. വിഷുവൊക്കെ വരാനായിട്ട് പോകുകയാണ്, പ്രത്യേകം ആരെയും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ. സാധാരണ നാളെയാണ് വിഷു വരേണ്ടിരുന്നത്, പക്ഷെ മറ്റന്നാളാണ് വരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് നിർവഹിക്കുക, കണിയൊക്കെ ഒരുക്കുക. ഭഗവാനെ കണി കണ്ടിട്ട് ഉണരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുൻപായിട്ട് നാമജപം പറയാം. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും പറയാം കേട്ടോ. 2 ദിവസത്തെ നാമജപമാണ് പറയാനായിട്ടുള്ളത്. 2,978 നാമങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്.
അപ്പോൾ നാമജപമൊക്കെ എല്ലാവരും തുടർന്നിട്ട് പോയിക്കോളൂ. നാരായണീയമൊക്കെ എല്ലാവരും പകർത്തി എഴുതിക്കൊണ്ട് പോയിക്കോളൂ. എല്ലാവർക്കും ഈ നാരായണീയം എഴുതുന്ന ഒരു സമയത്ത് ഈ വൈശാഖ മാസത്തിൽ ഒരുപാട് ഭഗവാന്റെ നല്ല നല്ല അനുഭവങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഇങ്ങനെയുള്ള പുതിയ അറിവുകളും വിശേഷങ്ങളും ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.